honored to be a part of it. Thank you very much. Thank you, Nadia ma'am. Thank you so much. Thanks to the entire cast and crew of Sherlock. അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടു കൂടി തന്നെ സർ പ്ലീസ് ശ്രീ സന്തോഷ് നാരായണൻ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും. പ്ലീസ് സർ, നോട്ട് ഓൺ ദി സ്റ്റേജ്. ആസിഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട്, ഒരു മെമന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറാണ്. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ, ആസിഫ് അലി. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് അവിടെ നടന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ആസിഫ് അലിയെ വിളിക്കുന്നുണ്ട്, രമേശ് നാരായണൻ ഒരു മൊമെന്റ് കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ ആസിഫ് അലി എഴുന്നേറ്റ് അവിടെ ചെന്നതിന് ശേഷം മൊമെന്റ് തരാൻ വേണ്ടി പറഞ്ഞു. ആ മൊമെന്റ് കൊടുത്തതിന് ശേഷം രമേശ് നാരായണന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ ചെന്നതിന് ശേഷം മുഖത്ത് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതായത് ആസിഫ് അലിയുടെ മുഖത്ത് പോലും നോക്കാതെയാണ് ആ മൊമെന്റ് മേടിച്ചിട്ട് അവിടുന്ന് സംവിധായകൻ ജയരാജനെ വിളിച്ചു. ജയരാജനെ വിളിച്ചതിന് ശേഷം അടുത്തെത്തിയതിനു ശേഷം ജയരാജന്റെ കയ്യിൽ നിന്ന് ആ മൊമെന്റോ രമേശ് നാരായണൻ മേടിച്ചു. പക്ഷെ ആസിഫ് അലി ആ സമയത്തും ദേഷ്യമൊന്നും പിടിക്കാതെ പുഞ്ചിരിയോടെയാണ് കുറച്ച് സമയം അവിടെ നിന്നിട്ട് അങ്ങോട്ട് മാറി നിന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രമേശ് നാരായണൻ രംഗത്ത് വന്നിട്ടുണ്ട്. ആൾ പറയുന്ന വാക്കുകളൊന്നും ആദ്യം കേട്ടു നോക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ട്, ക്ഷമ ചോദിക്കുക. പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഇല്ല, ഞാൻ പരാതിപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ, അതെനിക്ക് വിഷമമുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വിളിച്ചു, എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു, ക്രൂസിനെ വിളിച്ചു. എന്നെ ഒരു 4-5 തവണ എന്നെ വിളിച്ചിട്ടാണ് MT സാറിന്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ്. പിന്നെ ഇനി ആസിഫ് അലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അനൗൺസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം, ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ്ങിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി, ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ആസിഫ് അലി അവിടെ കുറച്ച് കാണുന്നില്ല. പിന്നെ അപ്പൊ തന്നെ അങ്ങ് മറന്നു. പിന്നെ ഇവിടെ രമേശ് നാരായണൻ പറയുന്ന ഒരു വാക്കുണ്ട്, ആസിഫ് അലിക്ക് തോന്നിയിട്ടുണ്ടാവും മെയിൻറ്റ് ചെയ്തില്ല എന്ന്. പക്ഷെ ആസിഫ് അലിക്ക് മാത്രമല്ല കേട്ടോ, ഈ കാണുന്ന ഓരോ ജനങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, മെയിൻറ്റ് ചെയ്തേ ഇല്ല. ആ കൈന്റെ മുട്ടിന്റെ അവിടെ ചെറുതായിട്ട് തട്ടി നോക്കുന്നുണ്ട് ആസിഫ് അലി, എന്നിട്ട് പോലും മെയിൻറ്റ് ചെയ്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ആ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചാൽ മതിയായിരുന്നു, എന്നാൽ ആളുകൾ ഇങ്ങനെ എയറിൽ കയറ്റില്ലായിരുന്നു. ഇതിന്റെ മുന്നേ എനിക്ക് സത്യഭാമയാണ് ഓർമ്മ വരുന്നത്. നിറത്തിന്റെ പേരിൽ എന്തൊക്കെ കുലുമാലാണ്. അതേപോലെ എനിക്ക് ആ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുകയാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം, അതായത് ജയരാജനെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടാളെ കയ്യിൽ നിന്ന് മേടിക്കാനായിരുന്നു ഉദ്ദേശം എന്നൊക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആസിഫ് അലിയോടൊന്ന് പറയാമായിരുന്നു, ജയരാജൻ വരട്ടെ, അതുവരെ മോനൊന്നും ഇവിടെ നിൽക്ക്, എന്നിട്ട് ഒന്നായിട്ട് മേടിക്കാമെന്ന് പറയാമായിരുന്നു. പക്ഷെ ആസിഫ് അലി ചിരിച്ചുകൊണ്ടാണ്, ഒരു ദേഷ്യം പോലും പിടിക്കാതെ ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് മാറി നിന്നത്. ഇനി എന്ത് പറഞ്ഞിട്ട് എന്താണ്, ഈ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന്. ഒരു സംഗീത സംവിധാനം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ്, അതിന് പുണ്യം തന്നെ ചെയ്യണം. പക്ഷെ അങ്ങനെയുള്ള ഒരാള് ആദ്യം മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം. പിന്നെ സംഗീത സംവിധാനം എന്നൊക്കെ പറയുന്ന ഒരാള് ഒരു വലിയ ആള് തന്നെയാണ്, കാരണം എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ആ ഭാഗ്യം കൊണ്ട് എന്താ പറയാ, അഹങ്കരിക്കാൻ പാടില്ല. മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ മതിയായിരുന്നു. മുഖത്ത് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കണ്ടു നോക്കൂ. ഇവിടെ നിങ്ങൾ എത്ര വലിയ ന്യായീകരണമായിട്ട് വന്നിട്ട് ഇനി കാര്യമില്ല. ഈ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചത്.